ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു സൺഡേ ഈവനിങ് വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരാം. ആകെ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സൺഡേയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഒരു ടൈം കിട്ടുള്ളൂ. അപ്പം പുറത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ പോകണം എന്നുള്ളത്. പിന്നെ നമ്മൾ വഴിയിൽ വെച്ചിട്ട് ഡിസൈഡ് ചെയ്തു സൺഡേ അല്ലേ, അതുകൊണ്ട് സൺഡേ മാർക്കറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാം എന്നുള്ളത്. ഇതുപോലെ ലീവുള്ള ദിവസമൊക്കെ എനിക്ക് വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റാൻ പോവും. അങ്ങനെ ഞങ്ങൾ SM സ്ട്രീറ്റിലെത്തി. സൺഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സൺഡേ മാർക്കറ്റിലുള്ള കാര്യങ്ങളൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ സൺഡേ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ മിക്ക ഷോപ്പുകാരും അവരുടെ അത്ര ഇങ്ങനെ സെയിലാവാത്ത സാധനങ്ങളൊക്കെ സൺഡേ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ചീപ്പ് റേറ്റിന് വിൽക്കും. അപ്പം നമുക്ക് നല്ല പ്രോഡക്റ്റ്സും ആയിരിക്കും, വളരെ ചീപ്പ് റേറ്റിന് കിട്ടും ചെയ്യും. ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴക്കാറുണ്ടെങ്കിൽ പോലും ആളുകൾ ഒരുപാടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ റോഡ് സൈഡിലുള്ള കച്ചവടങ്ങളും ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങി. പിന്നെ ലാസ്റ്റാണ് ഒരു ഷോപ്പ് ഞങ്ങളെ കണ്ണിൽ വിട്ടത്. ഏത് ഐറ്റം എടുത്താലും 30 രൂപ 20 രൂപ, മാക്സിമം എന്ന് പറയുന്നത് 30 രൂപയാണ്. അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ 30 രൂപക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര വർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരുപാട് ടൂൾസ്, സ്റ്റീൽ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ 30 രൂപയ്ക്ക് കിട്ടുന്നൊരു ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് വീട്ടിലോട്ട് 1-2 ബെഡ്ഷീറ്റ്സ് വാങ്ങണമായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ബെഡ്ഷീറ്റ്സൊക്കെ വാങ്ങിയിട്ട് നേരെ പോയത് ഒരു വെസ്റ്റേൺ വെയറിൻ്റെ ഷോപ്പിലേക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഏകദേശം കോയൻകോ ബസാറിൻ്റെ അടുത്തായിട്ടാട്ടോ വരുന്നത്. 2 ഫ്ലോറിലായിട്ടുണ്ട്, താഴെയും മുകളിലും ഉണ്ട്. താഴെ വെസ്റ്റേൺ വെയറും മുകളിൽ എത്തിക് വെയേഴ്സും ആണുള്ളത്. ലേഡീസിൻ്റെ ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞാൻ അവിടുന്ന് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ 2 ടോപ്സാണ് എടുത്തത്. പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പുതിയ സ്റ്റാൻഡുള്ളൊരു ക്രോക്കറി ഷോപ്പിലോട്ടാണ് പോയത്. അമ്മ വർക്ക് ചെയ്തിട്ടുള്ള ബാങ്കിൽ നിന്ന് സ്റ്റാഫുകൾക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 1000 രൂപേൻ്റെ ഗിഫ്റ്റ് വൗച്ചറിനു. അപ്പോൾ നമ്മളത് മാറിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഞങ്ങളൊരു 1000 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന സാധനങ്ങളാട്ടോ വാങ്ങിച്ചത്. ഒരു സ്റ്റീലിൻ്റെ കടായും പിന്നെ ഒരു ചായ ഉണ്ടാക്കുന്ന പാനുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലോട്ടാണ് പോയത്. ആ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അധികം ആളും ഉണ്ടായിരുന്നില്ല. സാധാരണ ഇപ്പോൾ സൺഡേ നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. ഈ സൺഡേ നമ്മൾ പോയപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമ്മളവിടുന്ന് ചായയും ഗ്രീൻ പീസും പിന്നെ കാടമുട്ട പുഴുങ്ങിയതുമാണ് കഴിച്ചത്. ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബീച്ചിനടുത്തോട്ട് പോയി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഐശ്വര്യതി വാങ്ങി കഴിച്ചു. മെയിനായിട്ട് ഇതൊക്കെയാണ് നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സ്നാക്സ് ബോക്സാണ്. അത്യാവശ്യം ഒരു ഉറപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഒരു തവി വാങ്ങിച്ചിട്ടുണ്ട്, മരത്തിൻ്റെതാണ്. പിന്നെ എനിക്ക് ചില്ലറ കോയിൻസൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ചി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെന്നൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു പെൻ പോട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വാങ്ങിച്ചതിൽ ഏറ്റവും വർത്തിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചെരുപ്പിൻ്റെ കോംബോയാണ്. ഒരു 5 ചെരുപ്പോളം വരുന്നുണ്ട്. ഒരു 30 രൂപയാണെന്ന് തോന്നുന്നു. സാധാരണ ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ചെരുപ്പിനൊരു 20, പിന്നെ ചെറിയ ചെരുപ്പൊക്കെ ആണെങ്കിൽ ഒരു 10 എന്തായാലും കൊടുക്കണം. അപ്പം എങ്ങനെ കൂട്ടിയാലും നമുക്ക് 30 റുപ്പീസിന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലാഭമായിരുന്നു. പെട്ടെന്ന് വളഞ്ഞു പോകുന്ന ടൈപ്പൊന്നുമില്ല, നല്ല കട്ടിയുള്ള ചെരുപ്പായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ബോഡി സ്ക്രബ്ബർ വാങ്ങിച്ചു. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനൊരു കണ്ണാടിയാണ് വാങ്ങിച്ചത്. ആക്ച്വലി ഈ ചെരുപ്പ് അതിൻ്റെ കൂടെ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഓൾറെഡി കുറേ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ക്ലിപ്പാണ്, നമ്മളെ ക്ലോത്തൊക്കെ വിരിച്ചിടുമ്പോൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ് വാങ്ങിച്ചത്. പിന്നെ എനിക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ചെറിയ ഇതുപോലത്തെ നോട്ട് പാഡാണ്. പിന്നെ ഒരു സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഐറ്റങ്ങളെല്ലാം 10 രൂപയാണ് കേട്ടോ.
പിന്നെ 2 ടിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ 2 ബഡ്സ് വാങ്ങിച്ചു. പിന്നെ ഒരു ചെറിയ ക്രയോൺസ് വാങ്ങിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ സൺഡേ ഈവനിങ് വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്